ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ദെമത്രിയോസ് എന്നതായ ഒരു വ്യക്തിയെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: വെള്ളി കൊണ്ട് അർത്തിമസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. നമുക്കറിയാം, ദെമത്രിയോസ് എന്നതായ ഒരു വ്യക്തി ഒരു തട്ടാൻ ആയിരുന്നു. അദ്ദേഹം അർത്തമിസ് ദേവിയുടെ രൂപങ്ങളെ വെള്ളി കൊണ്ട് കൊത്തി അനേക ലാഭങ്ങളെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നവർക്കും ആ തൊഴിലുകൊണ്ട് വളരെയധികം ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതായ ഒരു ജോലിയാണ് ഈ ദെമത്രിയോസ് എന്ന തട്ടാൻ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മറ്റൊരാളിന്റെ പേരിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോ ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെ അനുവാദം കൂടാതെ അവിടെ പേരിൽ കപടം കാണിച്ച് വിതരണം ചെയ്യുന്നതോ കുറ്റകരമാണ്. അപ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ വിശ്വസിക്കുന്നു എന്ന പ്രത്യേക കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് അത് നിലവാരം കുറഞ്ഞ വസ്തുക്കൾ വിൽക്കുന്നത്. നിലവാരമുള്ള വസ്തുക്കൾ പരസ്യവും കാര്യങ്ങളും ഉണ്ട്, എന്നാൽ അതിന്റെ പിന്നാലെ വ്യാജമായി ഉണ്ടാക്കി അതിനെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും തെറ്റാണ് എന്ന് നമുക്ക് കാണുവാൻ. അത് വിവിധ നിലകളിൽ വസ്ത്രത്തിലായാലും കൊള്ളാം, അല്ലെ സംഗീതത്തിലാണെങ്കിലും കൊള്ളാം, അല്ലെ സോഫ്റ്റ്വെയറിന്റെ രംഗത്തായാലും, അല്ലെങ്കിൽ ഔഷധങ്ങള്, അതുപോലെ വാഹനങ്ങള്, കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക്സ് യുഗങ്ങള്, ഇതിലെല്ലാം വ്യാജന്മാരുണ്ട് എന്ന് നമുക്ക് ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാജത്തെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയുന്നവരാണ് ആയിത്തീരണമെന്നാണ് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അപ്രകാരം നാം ഓരോരുത്തരും ഈ വ്യാജത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയുള്ളവരായി നാം ആരെ ആരാധിക്കണം, എപ്രകാരമാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് തീർച്ചയായും ദൈവത്തിന്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് അത് ബോധ്യം വരുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദെമത്രിയോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജോലിയാണ് വെള്ളി കൊണ്ട് ക്ഷേത്രങ്ങളൊക്കെയും വളരെ മനോഹരമായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായ പണം കൊണ്ട് ഉപജീവനം കഴിക്കുന്നതായ ഒരു തൊഴിലിലാണ്, അല്ലെങ്കിൽ തട്ടാൻ ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, എഫെസോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പട്ടണത്തിലെ ദെമത്രിയോസ് വെള്ളി കൊണ്ട് അർത്തിമസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വലിയ ലാഭം കൊയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെതായ ആ വിഗ്രഹങ്ങളെ ഒക്കെയും കൊത്തി കൊടുക്കുമ്പോൾ അനേകരെ വലിയ വില കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് ഇത് ഉണ്ടാക്കിയ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുവാനും അതിനപ്പുറമായി അതിന്റെ മനോഹരതയെ അതിന്റെ മുന്നിൽ, അർത്തമിസ് ദേവിയുടെ മുന്നിൽ അതിനെ സാഷ്ടാംഗം നമിക്കുവാനും ആരാധിക്കുവാനും ഒക്കെയും അന്നുള്ള എഫെസസിലുള്ള ചില കുറെ ആൾക്കാർ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു വ്യാപാരം ചെയ്തുകൊണ്ട് അദ്ദേഹം നല്ലൊരു തട്ടാനായി മറ്റുള്ളവർ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പക്കലേക്ക് വന്ന വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന രൂപത്തിലുള്ള ദൈവങ്ങളെ പണിത് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരുടെ കൈപ്പണിയായി ഇരിക്കുന്നതായ വസ്തുവകളിലൊന്നും ദൈവം പ്രസാദിക്കുകയോ അവിടെ വസിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് നാം വിവിധ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടത് ആവശ്യമില്ല. ദൂരദേശങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് കേൾക്കുമ്പോൾ അവിടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് വ്യാജത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. എന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്ന, നീ ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ നാമത്തിൽ നീ ഒന്നിച്ചു കൂടുമ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം ഇരിക്കുന്ന ഇടത്തേക്ക് കടന്നു വരുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നെങ്കിൽ ഈ വ്യാജത്തിൽ ഒന്നും നാം അകപ്പെടാതെ വണ്ണം നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജന കൂട്ടത്തിലെ അംഗങ്ങളായി തീർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 14:15 ഇപ്രകാരം പറയുന്നത്: വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും
അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് ലൂസ്ത്രയിലുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മോട് എല്ലാവരോടും ആവശ്യപ്പെടുന്ന ലോകത്തുള്ള സകല മനുഷ്യരോടും പറഞ്ഞ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉളവാക്കിയതായ ആ ദൈവത്തിന് മാത്രം ആരാധനയും സ്തുതിയും കൊടുത്തുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരും നശിച്ചു സൃഷ്ടിയേക്കാൾ ഉപരി സൃഷ്ടിച്ചവനെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ആ നല്ല സ്വഭാവത്തിലേക്ക് നാം ഓരോ കൈപ്പണിയായ വസ്തുക്കളിലൊന്നും ദൈവം വാസം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മെ നിർമ്മിച്ചവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയതായ ആകാശവും ഭൂമിയും സർവ്വതും നന്മകളും നമുക്ക് ഒരുക്കി തന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആരാധിക്കുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ അതാണ് നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ സ്വഭാവം. ആ ദൈവ അപ്രകാരം ലോകത്തിലുള്ള സകല മനുഷ്യരും ആയിത്തീരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ഉദ്ഘോഷിക്കുകയാണ്. അപ്രകാരം മുന്നോട്ട് പോവാൻ ഇന്നത്തെ തിരുവനം ദെമത്രിയോസും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ഉള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ വ്യാജത്തിന് മനസ്സ് വെക്കാതെ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ സ്വർഗത്തിലെ ദൈവം ഈ തിരുവന ഭാഗത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള ഭാഗ്യം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തന്ന അടിയങ്ങളെ അനുഗ്രഹിച്ച് തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് തിരുവനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, കർത്താവെ മനോപ്രയാസത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ കടഭാരത്താൽ ആയിരിക്കുന്നെങ്കിൽ അവർക്ക് പുതിയ വഴിയും വാതിലുകളെയും സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.